God can speak to us anywhere, anytime, through anybody, in any situation. ദൈവത്തിന് നമ്മോട് എവിടെയും എപ്പോൾ വേണമെങ്കിലും ആരിലൂടെയും ഏതു സാഹചര്യത്തിലും സംസാരിക്കാൻ കഴിയും. നാം ദൈവത്തോടൊപ്പം തനിച്ചായിരിക്കുമ്പോൾ അവിടുത്തെ ശബ്ദം മാത്രമല്ല, വലിയ ഉൾക്കാഴ്ചകളും അവിടുന്ന് പങ്കിടും. അവിടുന്ന് ഗംഭീര സ്വരത്തിൽ സംസാരിക്കുക മാത്രമല്ല, ശാന്ത സ്വരത്തിലും നമ്മോട് ഇടപെടും. ഇസബേൽ എന്ന നീചസ്ത്രീയെ ഭയന്നോടിപ്പോയ വ്യക്തിയായിരുന്നു പ്രവാചകനായ ഏലിയാവ്. ചൂരച്ചെടിയുടെ തണലിൽ മരിക്കാനിച്ഛിച്ച ഏലിയാവിനെ ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ചു. ദൂതൻ കൊടുത്ത കനലിൽ ചുട്ട അടയും തുരുത്തിയിലെ വെള്ളവും തിന്നുകുടിച്ച് അത് യാത്ര തിരിച്ച് 40 ദിവസം കഴിഞ്ഞപ്പോൾ ഹോരേബിലെത്തി. അവിടെ ഒരു ഗുഹയിൽ കിടന്നുറങ്ങി. അന്നേരം ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന യഹോവയുടെ ശബ്ദം കേട്ടു. നീ പുറത്തു വന്ന പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് ദൈവം കൽപ്പിച്ചു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റും ഒരു ഭൂകമ്പവും പിന്നെ ഒരു തീയും അവൻ്റെ മുമ്പിലുണ്ടായി. ഇതിലൊന്നിലും ഏലിയാവ് ദൈവത്തെ കണ്ടില്ല. ഒടുവിൽ താൻ ദൈവത്തിൻ്റെ ഒരു മൃദുസ്വരം കേൾക്കുകയാണ്. ജീവിതം ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് കരുതിയിടത്ത് ചില പുതിയ ദൗത്യങ്ങൾ കർത്താവ് അവനെ ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ മൃദുസ്വരം ഏലിയാവിൻ്റെ ജീവിതത്തിൻ്റെയും ശുശ്രൂഷയുടെയും മുഖച്ഛായ തന്നെ മാറ്റിക്കളഞ്ഞു. നമ്മോടും കർത്താവിന് തൻ്റെ മൃദുസ്വരം കേൾപ്പിക്കുവാനായിട്ടുണ്ട്. ആ ശബ്ദം നാം കേൾക്കണമെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, വി മസ്റ്റ് ഹാവ് സൈലൻസ് ആൻഡ് സോളിറ്റ്യൂഡ്. നമുക്ക് നിശബ്ദതയും ഏകാന്തതയും ഉണ്ടായിരിക്കണം. മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും വേർപെട്ട് ഏകരായി ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അവിടുന്ന് ആവശ്യപ്പെടുന്നു. ദ കാമിംഗ് വോയിസ് ആൻഡ് പ്രസൻസ് ഓഫ് ദി ലോർഡ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദി നോയ്സസ്, ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദി ക്വയറ്റ്. കർത്താവിൻ്റെ മൃദുവായ ശബ്ദവും സാന്നിധ്യവും ബഹളത്തിനിടയിൽ കേട്ടു എന്ന് വരികയില്ല. അത് കാണുന്നത് നിശബ്ദതയിലാണ്. ദൈവത്തോടുള്ള നമ്മുടെ സമീപനം മറ്റുള്ളവർ മനസ്സിലാക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യുകയില്ല. നമുക്കതൊന്നും വിഷയമായിരിക്കരുത്. നിശബ്ദരായി നാം കർത്താവിന് ചെവി കൊടുക്കുന്ന പക്ഷം കർത്താവ് തൻ്റെ മൃദുസ്വരം നമ്മെ കേൾപ്പിക്കും. അതൊരു പക്ഷേ നാം കേട്ടതായ പാട്ടുകളിലൂടെയോ നാം വായിച്ചതും കേട്ടതുമായ ദൈവവചനത്തിലൂടെയോ ഒക്കെ ആയിരിക്കും. 2, വി മസ്റ്റ് ഗെറ്റ് ക്ലോസ് ടു ഹിം. നാം അവനുമായി അടുക്കണം. താഴ്മയോടെ, സമർപ്പണത്തോടെ, അനുസരണയോടെ നാം കർത്താവിലേക്ക് തിരിയുന്നവരായിരിക്കണം. ഡിയർ ഫ്രണ്ട്സ്, നമുക്കും കേൾക്കാം അവിടുത്തെ മൃദുസ്വരം. Have a blessed day.